ഇടമൊക്കെ കാണിക്കാം, പോണ ഇടമൊക്കെ പറയാം. ഏറ്റവും പ്രിയപ്പെട്ട കുറേ മനുഷ്യരുടെ അടുത്തേക്കൊരു യാത്ര, ഏറ്റവും പ്രിയപ്പെട്ട കുറേ മനുഷ്യരുടെ അടുത്തേക്കൊരു യാത്ര, 1-2 കാര്യങ്ങളാൽ ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്കൊരു യാത്ര. അപ്പോൾ ഈ യാത്രയിലെ വിശേഷങ്ങൾ ഇങ്ങനെ കാണിക്കാം. ഭയങ്കരമായ ചൂടാണ്. ചൂട് കാരണം സഹിക്കാൻ വയ്യാതെയാണ് ഇറങ്ങിയത്. ഒരു ഭയങ്കര ബുദ്ധിമുട്ട്, കൂടെ കറണ്ട് കൂടെ പോകുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം എത്ര മണി? 8:45 നമുക്ക് 10 മണിക്കാണ് ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിനാണ് പോകുന്നത്. പറഞ്ഞില്ലേ, ഏറ്റവും പ്രിയപ്പെട്ട ഒരിടത്തേക്ക്, ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോയിട്ട് ഓരോ വിശേഷങ്ങളും അവിടുത്തത് കാണിക്കാം. അങ്ങനെ ഒരു അതിഥിയായിട്ടൊന്നും പോവുകയല്ല, അവരിൽ ഒരാളാണ്. അങ്ങനെയാണ് പോകുന്നത്. ഒരു വട്ടം ഞാൻ പോയിട്ടുണ്ട്, അത് വീഡിയോയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. നമ്മളെ തട്ടത്തുമലയാണ്. തട്ടത്തുമല കഴിഞ്ഞു, നമ്മളിങ്ങനെ പോവുകയാണ്. കിളിമാനൂർ കഴിഞ്ഞ് തട്ടത്തുമല കഴിഞ്ഞ് നമ്മൾ ഇനി നമ്മുടെ സ്വന്തം വാഴോടെത്തും. വാഴോടായിരുന്നു നമ്മുടെ ഷോപ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വാഴോട് ഷോപ്പില്ല. നമ്മുടെ വാഴോട് ഷോപ്പ് നിന്ന സ്ഥലമൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഞാനിങ്ങനെ വീൽ ചെയറിലാണ് ഷോപ്പിൽ വന്നുകൊണ്ടിരുന്നത്. അതൊക്കെ ഓർമ്മ വരുന്നു. അപ്പോൾ വാഴോടാണ്. വാഴോട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് പുനലൂരേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഇങ്ങനെ കാണിക്കാം. നമ്മുടെ സ്വന്തം ഷോപ്പ് നിന്ന സ്ഥലമാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ പുനലൂരെത്തി. തൂക്കുപാലവും കഴിഞ്ഞ് ഇനി നമ്മൾ പോകുന്നത് പുനലൂര് എത്തിയിട്ട് കാണിക്കാവേ. പുനലൂരിലേക്ക് പോവുകയാണ്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ കാണണം കേട്ടോ. കാണുന്നവരുടെ എല്ലാത്തും ഒരുപാട് സ്നേഹം. പോകുന്നിടം സ്പെഷ്യൽ ഇടമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ആ സ്ഥലവും കൂടി കാണിക്കാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ വന്നത് ഈ സ്ഥലത്തേക്കാണ്. ആശാ ഭവൻ, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന പരിശീലന കേന്ദ്രം. ഇവിടെയാണ് നമ്മൾ വന്നത്. ഇവിടെ നമ്മൾ മുമ്പ് പിന്നെ വന്നിട്ടുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇവിടെയാണ് പ്രോഗ്രാം. അയ്യോ, ഈ റോഡ് കുലുങ്ങുന്നത് കൊണ്ട് എൻ്റെ ക്യാമറയും കുലുങ്ങുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി ഇതാണ് കുലി. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചവർണ്ണ കിളികളുടെ 5ാമത് വാർഷിക സമ്മേളനത്തിനാണ് ഞങ്ങളെത്തിയത്. ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇത്രമാത്രം അവർക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് നൈമിത്രയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പഞ്ചവർണ്ണ കിളികൾ എന്ന് പറയുന്നത്. അതൊരു ചാരിറ്റി ഗ്രൂപ്പാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സ്നേഹ കൂടാരം എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്നോട് അവരങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. എനിക്ക് അവരോടും അങ്ങനെ തന്നെയാണ്. ഇനിയും ഞാനിതിൽ മിസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, ഒരുപാട് മിസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. എനിക്ക് പഞ്ചവർണ്ണ കിളികൾ എന്നുള്ള അവരെല്ലാമാണ്. ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് എനിക്ക് പഞ്ചവർണ്ണ കിളികളാവുന്നത്. ഇത് ആശാഭവനാണ്. പുനലൂരത്തെ ആശാഭവൻ നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം, പോയിരിക്കണം എന്നുള്ളതാണ്. കുറേ മക്കൾ ഇവിടെയുണ്ട്. അവരുടെ ബുദ്ധി വൈകല്യത്തിൽ അവരെ പഠിപ്പിച്ച് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന വർഗീസ് സാറിന് ഒരുപാട് നന്ദി. അദ്ദേഹം ചെയ്യുന്ന ഈ സൽപ്രവൃത്തിക്ക് ഒരുപാട് സ്നേഹം. നല്ലൊരു ഇടമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ ഒരിടം. കൂടുതൽ ആശാഭവനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരു ദിവസം ഫുഡ് കൊടുക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അന്നയുടെ മോളുടെ ബർത്ത്ഡേക്ക് ഫുഡ് കൊടുക്കാൻ വന്നതാണ് ഇവിടെ. പിന്നെ അതിനുശേഷം ഞാനിവിടെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് പുറത്തിറങ്ങി ആശാഭവൻ്റെ അകത്ത് കയറി ആ മക്കളെ എല്ലാം കണ്ടു. അപ്പോൾ ഇവിടുത്തെ ചുറ്റുവട്ടം എല്ലാം ഇങ്ങനെ കാക്കച്ച് പകർത്തിയതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ മോളിരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. നമ്മുടെ ആതിരയുടെ മോളാണ്. ആതിര എന്ന് പറഞ്ഞാൽ പഞ്ചവർണ്ണ കിളികളിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനിയത്തി എന്നൊക്കെ പറയാം, ആതിര. അപ്പോൾ ആതിരയുടെ മോളാണ്. അപ്പോൾ മോളിരുന്ന് കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാക്കച്ച് പകർത്തിയതാണ്. അപ്പോൾ പറ്റുന്നവർ കിഴക്കൻ മേഖലയിലുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും ആശാഭവനിൽ വരിക. നിങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കണം. അവിടെ കുറേ പേരുണ്ട്, കുറേ മനുഷ്യരുണ്ട്. നിങ്ങളൊന്ന് പോയി കാണണം. നമ്മുടെ മക്കളെ കൊണ്ട് ലുലു മാളിലും അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പോകുമല്ലോ അല്ലേ. ഇവിടെയൊക്കെ ഒന്ന് പോയാൽ നല്ലതായിരിക്കും കേട്ടോ.
അവരെ എന്താണ് ഇങ്ങനെയുള്ളവരും ലോകത്തുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എല്ലാവരും ഓടി നടക്കുകയാണ് കേട്ടോ. എല്ലാവരും നല്ല തിരക്കിലാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബിന്ദു ചേച്ചി, എച്ചി ചേച്ചി എല്ലാവരും ഉണ്ട്. പക്ഷേ എനിക്ക് മിസ് ചെയ്ത മനുഷ്യന്മാരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ എനിക്ക് അവരെ മിസ് ചെയ്തു കേട്ടോ. ഓരോരുത്തരെയും എനിക്ക് മിസ് ചെയ്തു. ഞാൻ ആദ്യം പുനലൂർ വരുന്നത് ഈ പുനലൂർ എന്ന് പറയുമ്പോൾ എനിക്ക് ഇവരെല്ലാമാണ്. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ടൊരു ഇത്തയാണിത്. ഇത്തയെ ഇന്നാണ് പിന്നെ കാണുന്നത്. ആദ്യം പോയത് പ്രിയപ്പെട്ട രഞ്ജിത ചേച്ചി, അത്ര പ്രിയപ്പെട്ടത് എന്ന് വെച്ചാൽ സ്ട്രോങ് ആയ ഒരു ലേഡി എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ധൈര്യശാലി. പക്ഷേ ഒരസുഖം വന്നപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. നസീക ഷംസുണ്ട്, നമ്മുടെ മോനാണ്, വിജയൻ്റെ മോനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ മോനെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അവനെ അടുത്ത് വിളിച്ച് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ അവിടെ ഇരുന്ന് പോയി. ഇതാണ് എൻ്റെ ബിന്ദു ചേച്ചി. എൻ്റെ ബിന്ദു ചേച്ചി എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചീനെയും എല്ലാവരെയും ഞാൻ ഇന്ന് കണ്ടു. രാജീവേട്ടനൊക്കെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ ആദ്യം പുനലൂർ ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കാല് പൊട്ടിയിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാജീവേട്ടനും ഈ പറയുന്ന ചേച്ചിമാരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. എന്നെ കൊണ്ടുപോയി എൻ്റെ കാലിൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് എന്നെ കെയർ ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളെ നൈമിത്രയെ ഒരുപാട് വളർത്തിയ മനുഷ്യരാണ്. അപ്പോഴത്തേക്കും പ്രോഗ്രാം തുടങ്ങി, മോള് പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ ദൈവത്തെ ഓർത്തു നിന്നു. ദൈവം ഒന്നേ ഉള്ളൂ എന്നും അതാണ് പ്രാർത്ഥനയിൽ മോള് പാടിയത്. അപ്പോൾ ഗാന്ധിഭവൻ്റെ അമ്മയുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അരുൺ ചേട്ടനുണ്ടായിരുന്നു, സിനിമാ നടനാണ്, നിങ്ങളെല്ലാവരും അറിയും അരുൺ ചേട്ടനെ. അപ്പോൾ അരുൺ പുനലൂർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ അതിര സ്വാഗതം പറയുന്നുണ്ട്. പ്രിയപ്പെട്ട അതിഥി, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് സ്വാഗതം പറയുന്നു. എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു നിങ്ങളെല്ലാവരും. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പരസ്പരം സന്തോഷം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. എന്നെ സ്വാഗതം ചെയ്തതാണ് അതിൽ പഞ്ചവർണ്ണ കിളികൾക്ക് വേണ്ടി. അപ്പോൾ പഞ്ചവർണ്ണ കിളികളുടെ ഈ പ്രവർത്തനങ്ങളിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. എനിക്ക് പഞ്ചവർണ്ണ കിളികളിലൊന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്ന സാഹചര്യമൊന്നുമില്ല. അവർ കിറ്റുകൾ മാസം തോറും കിറ്റുകൾ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഗാന്ധിഭവൻ്റെ അമ്മയാണ്, പ്രസന്നരാജ്, സോമരാജ സാറിൻ്റെ വൈഫാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കുടുംബം ഗാന്ധിഭവൻ്റെ അമ്മ. പിന്നെ എൻ്റെ അടുത്തിരിക്കുന്ന അനു തങ്കച്ചൻ, നിങ്ങളെല്ലാവരും അനുവിനെ കണ്ടു കാണും. ഒരു വീഡിയോയിൽ അനു ഇങ്ങനെ വീൽ ചെയറിൽ പോകുന്നതും അതിജീവനത്തിൻ്റെ രാജകുമാരി എന്നൊക്കെയാണ് പറയുന്നത്. നസീക ഷംസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതാണ് കേട്ടോ. പ്രിയപ്പെട്ട നസീക, ഞാൻ ഇന്ന് കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇവിടെ രാജീവേട്ടൻ ഇങ്ങനെ ഓടി കിടക്കുകയാണ്. എനിക്ക് മിസ് ചെയ്ത മനുഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ഓടി നടക്കും, അവരൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ പറന്ന് നടക്കും, എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. എന്നെ എന്താണ് എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞിരുന്നു 1-2 പേര്, കണ്ടില്ല. ഞാനിന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അനു ബ്രോ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. സനോജ് ബ്രോ ഞാൻ വരുമെന്ന് വിചാരിച്ചു, കണ്ടില്ല. സനോജ് ബ്രോയെ കണ്ടിട്ട് തിരിച്ചു പോകണം. ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുകയാണ്. അങ്ങനെ ആ ഉദ്ദേശത്തോടു കൂടി നല്ലൊരു കാര്യമായിട്ട് ഞാൻ ഈ പ്രവൃത്തിയെ കണ്ടുകൊണ്ട് ഞാൻ വിളക്ക് കൊളുത്തി ആ എന്താണ് സൽപ്രവൃത്തിയെന്ന് എനിക്ക് പറയാൻ പറ്റും. ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞാൻ വോയിസും കൂടെ പറയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അപ്പോൾ ഞാൻ സംസാരിക്കുന്നതാണ്. നൈമിത്ര എന്ന് പറയുമ്പോൾ ഈറ്റ എന്ന് പറയുമ്പോൾ ഓർമ്മ വരും എന്ന് കരുതുന്നു. കാരണം പഞ്ചവർണ്ണ കിളികൾ എന്ന് പറയുന്ന ഈ എന്താണ് ഞാൻ പറയുന്നത് ഒരു എൻ്റെ സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. ഇതെനിക്കൊരു വ്യത്യസ്തമായ ഒരിടമല്ല, ഇതെനിക്ക് പരിചിതമല്ലാത്തൊരിടമല്ല. എനിക്ക് ഏറ്റവും പരിചയമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മനുഷ്യനെയാണ്. അവിടെ പോകുന്നൊരു സന്ദർഭമാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയത്. ബിജുവിനെ സഹായിക്കണം എന്നൊരു ഇതോടുകൂടി എപ്പോഴും നൈമിത്ര വാങ്ങിക്കുകയും നൈമിത്രയുടെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്താണ് ഞാനിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ
പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു അനുവും ശരത്തും ചേർന്നിട്ട്. ഓരോ മനുഷ്യരും ഓരോ കഥകളാണ്, ഓരോ മനുഷ്യർക്കും ഓരോ കഥകളുണ്ട് അവിടെ പറയാൻ. ഓരോ മനുഷ്യർ ഇപ്പോൾ സന്തോഷത്തിൻ്റെ നെറുകയിൽ ജീവിക്കുന്ന മനുഷ്യരെ, ഈ എന്താണ് സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ? സ്ട്രഗിൾ ചെയ്യുന്ന മനുഷ്യരാണ് പഞ്ചവർണ്ണ കിളികളിലെ എൻ്റെ ഓരോ സഹോദരങ്ങളും, അല്ലെങ്കിൽ ആശാഭവനിലെ ഓരോ സഹോദരങ്ങളും, അല്ലെങ്കിൽ എൻ്റെ ചുറ്റുമിരിക്കുന്ന മനുഷ്യരും ഓരോ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോഴേ ആത്മഹത്യ ചെയ്യുന്നവരെ ഈ ബിന്ദു ചേച്ചി, അല്ലെങ്കിൽ രഞ്ജിതേച്ചി, ദീജ സതീശൻ, അല്ലെങ്കിൽ അനു, അങ്ങനെ ഓരോ മനുഷ്യരെയും കാണണം, അറിയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു നന്മയുടെ. അപ്പോൾ അരുൺ ചേട്ടൻ, അരുൺ പുനലൂരാണ് എനിക്ക് ഉപകാരം നൽകിയത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഞാനങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ അവിടെ ഭയങ്കര സന്തോഷത്തിൽ തന്നെ ഇരുന്നത് ഓരോ കാര്യങ്ങളും. അപ്പോൾ അനുവിനെ ഇങ്ങനെ പൊന്നാടയൊക്കെ ചൂടുകയാണ്, ആദരിക്കുകയാണ് അനുവിനെ. രാജീവേട്ടനെയാണ് ആദരിക്കുന്നത്. രാജീവേട്ടൻ അവിടുത്തെ ഗാന്ധിഭവനിലെ അമ്മയെയാണ് ആദരിക്കുന്നത്, രഞ്ജിതേച്ചിയാണ്. അങ്ങനെ ഓരോരുത്തരും അവരെ ആദരിക്കുകയാണ് ഓരോരുത്തരെയും. അപ്പോൾ ചികിത്സാ സഹായമൊക്കെ ഒരു സഹോദരിക്ക് കൊടുക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനു പോവുകയാണ്. അനു എന്ന് പറയുമ്പോൾ ഞാൻ അതിജീവനത്തിൻ്റെ രാജകുമാരി എന്നൊന്നുമില്ല, അവൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ചേച്ചിയാണോ എൻ്റെ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ മോളെ എന്നൊക്കെ വിളിച്ചു, ഞാൻ അനു എന്ന് തന്നെ വിളിക്കുകയാണ് കേട്ടോ, എനിക്കറിയില്ലല്ലോ. അങ്ങനെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് നമുക്കിവിടെ നിന്ന് പോകണം. സനോജ് ബ്രോ തൊട്ടടുത്താണുള്ളത്, ഇവിടെ വന്നില്ല, ഞാനിവിടെ കാണുമെന്ന് വിചാരിച്ചു. കണ്ടിട്ട് പോയി. ഇത് കബീറാണ്, കബീറിന് ഭയങ്കര ഇഷ്ടം. ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷം. എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഫോട്ടോ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ സനോജിൻ്റെ വീട്ടിലെത്തി. മോൻ്റെ പേരെന്താ? മോൻ്റെ പേര് പറ. ഇത് സനോജിൻ്റെ മോനാണ്. മൊബൈൽ എടുത്തിട്ട് അവൻ്റെ അമ്മയുടെ മൊബൈൽ എടുത്തിട്ട് അത് റീൽ എടുത്തിട്ട് എന്നെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തേ. എനിക്ക് പിന്നെ അടുത്ത് ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പോകുന്ന സനോജ് ബ്രോ ഫോട്ടോ എടുക്കുകയാണ്. സനോജ് ബ്രോയെ അറിയാമല്ലോ, ഞാൻ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. യൂസുഫലി സാർ വെച്ച് കൊടുത്ത വീടാണെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ഭയങ്കര മിസ് ചെയ്യുന്ന മനുഷ്യരിൽ ഒരാളായിരുന്നു സനോജ്. അപ്പോൾ സനോജ് അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നു, പോയി കണ്ടിട്ട് വന്നു. ഇനി എനിക്ക് ഒരുപാട് പേരുണ്ട്. പുനലൂരെന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്. പുനലൂർ എന്നൊരു മേഖലയെ, നൈമിത്രയെ, ദീജയെ, അല്ലെങ്കിൽ നൗഷാദ് ഖാനെ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെയൊക്കെ അവിടെ എത്തിച്ച എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെയും എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തു കേട്ടോ. യൂസുഫ് അലി സാറാണ് സനോജ് വരച്ച ഫോട്ടോകളും. സനോജിൻ്റെ ആ ഒരു ഇമ്പം എന്ന കുടുംബമാണ് കേട്ടോ അത്. ഇമ്പം എന്നാണ് വീട്ടുപേര്. അപ്പം മോനും ഒക്കെ ഉണ്ടായിരുന്നു, അമ്മയും സനോജും, വിജിയും സനോജും, അങ്ങനെ യൂസുഫ് അലി സാറും സനോജും, അങ്ങനെ ഓരോരുത്തരുടെയും ഫോട്ടോകളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും പുറത്തിറങ്ങിയില്ല കേട്ടോ. വിജിയുടെ ഫോട്ടോ, വൈഫാണ് സനോജിൻ്റെ, വരച്ചതാണ് കേട്ടോ. നന്നായി വരയ്ക്കും സനോജ് ബ്രോ, നന്നായി വരയ്ക്കും. ഭയങ്കര ഒരു നല്ല കലാകാരനാണ് കേട്ടോ, ഭയങ്കര ഒരു നല്ല മനുഷ്യനാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഒരു ദുർഘടം പിടിച്ച വഴി, അതാണ് വിളക്കുവട്ടം. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പുനലൂരിൽ നിന്നും, ഏറ്റവും പ്രിയപ്പെട്ട സനോജിൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ പഞ്ചവർണ്ണ കിളികൾ എന്നാൽ എല്ലാവരും കൂടെയാണ്. അപ്പോൾ നമ്മൾ സനോജിനെയും വന്ന് കണ്ടിട്ട്, അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാമെന്ന് എഴുതി വന്നതാണ്. അപ്പോൾ സനോജ് ഇല്ലായിരുന്നു തന്നെ, സനോജിനെയും വന്ന് കണ്ടിട്ട്, സനോജിനെയും കുടുംബത്തെയും കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വിശേഷം. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരോടെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് തൂക്കുപാലവും കടന്ന് പുനലൂരിൽ നിന്ന് നമ്മൾ വരികയാണ്. ഏറ്റവും പ്രിയപ്പെട്ട സേവച്ചേട്ട മിസ് ചെയ്യുന്നു, അനിഴം മിസ് ചെയ്യുന്നു. അങ്ങനെ ഓരോ മനുഷ്യരെയും ഒരുപാട് സ്നേഹം, ഒത്തിരി ഇഷ്ടം, ഒരുപാട് ഇഷ്ടത്തോടെ ഇരിക്കാം.